നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്ത്രീകൾക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ പദ്ധതിയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി വാർത്തകളും ചർച്ചകളും വന്നിരുന്നു. പ്രത്യേകിച്ച് 2026 ജൂൺ മാസത്തിൽ കുടിശ്ശിക ഗഡുക്കളുടെ വിതരണം സംബന്ധിച്ച വിവരങ്ങൾ വ്യാപകമായി ശ്രദ്ധ നേടിയിരുന്നു. അതിനാൽ ഈ പദ്ധതിയുടെ ആനുകൂല്യം ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്, എന്തൊക്കെയാണ് പ്രധാന വ്യവസ്ഥകൾ, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, സ്റ്റാറ്റസ് എവിടെ പരിശോധിക്കാം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ഒറ്റ വീഡിയോയിൽ നമ്മൾക്ക് നോക്കാം. കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലില്ലാത്ത സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി അർഹരായ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായമാണ് നൽകുന്നത്. എന്നാൽ എല്ലാ സ്ത്രീകൾക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല. പദ്ധതിയിൽ ഉൾപ്പെടുന്നതായി ചില പ്രധാന മാനദണ്ഡങ്ങൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അപേക്ഷകർക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പ്രായപരിധിക്കുള്ളിലായിരിക്കണം. ഇതോടൊപ്പം അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ കാർഡോ ആണെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡോ ഉള്ള കുടുംബങ്ങൾക്ക് ആയിരിക്കണം ഇതിൽ ഉൾപ്പെട്ടിരിക്കേണ്ടത്. വീട്ടമ്മമാർക്കും തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെങ്കിലും നിലവിലെ മറ്റ് ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്ക് ഈ പദ്ധതിയിൽ അംഗമാവാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അവിവാഹിത പെൻഷൻ, കുടുംബ പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാ സ്ത്രീകൾക്കും 2000 രൂപ ലഭിക്കും, പുതിയ ഉത്തരവ് പുറത്തിറങ്ങി, എല്ലാവർക്കും കുടിശ്ശിക തുക അനുവദിച്ചു തുടങ്ങിയ നിരവധി വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം സർക്കാർ പ്രഖ്യാപനങ്ങളും ഔദ്യോഗിക ഉത്തരവുകളും മാത്രമാണ് വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനമാകേണ്ടത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകളും സ്റ്റാറ്റസ് പരിശോധനയും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്മാർട്ട് പോർട്ടൽ വഴിയാണ് നടക്കുന്നത്. അപേക്ഷ സമർപ്പിച്ചവർക്ക് ഓൺലൈനായി അവരുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി പരിശോധിക്കാനും സൗകര്യമുണ്ട്. കൂടാതെ ആവശ്യമായ രേഖകളുടെ പരിശോധനയ്ക്കും കൂടുതൽ വിവരങ്ങൾക്കുമായി അതത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസുകളുമായി നേരിട്ട് ബന്ധപ്പെടാനും സാധിക്കും. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ചില പ്രധാന രേഖകൾ ആവശ്യമായി വരും. ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, IFSC കോഡ്, പ്രായം തെളിയിക്കുന്ന രേഖകൾ എന്നിവ നിർബന്ധമായും സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ വാർഷിക ആധാർ പരിശോധനയും പദ്ധതിയുടെ ഭാഗമായിരിക്കും. 2026 ജൂൺ മാസത്തിൽ കുടിശ്ശിക ഗഡുക്കളുടെ വിതരണം സംബന്ധിച്ച ചർച്ചകൾ സജീവമായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യത്തിൽ നിരവധി ഗുണഭോക്താക്കൾ അവരുടെ കുടിശ്ശിക തുക സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച നിരവധി പോസ്റ്റുകളും വീഡിയോകളും പ്രചരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമാകുന്ന സർക്കാർ പോർട്ടലുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തന്നെയാണ് വിശ്വസനീയമായ ഉറവിടങ്ങൾ എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയും സ്വയം പര്യാപ്തതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി എന്ന പദ്ധതിയെ വിലയിരുത്തുന്നത്. വീട്ടമ്മമാർക്കും തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ചെറിയ തോതിലുള്ള സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുന്നതിലൂടെ അവരുടെ ദൈനംദിന ജീവിത ചെലവുകൾക്കൊരു ആശ്വാസമാകാൻ ഈ പദ്ധതിക്ക് സാധിക്കുന്നുണ്ട്. അതിനാൽ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായവർ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ വീഴാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുകയും ആവശ്യമായ വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസുകൾ വഴിയോ സ്മാർട്ട് പോർട്ടൽ വഴിയോ പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ ഉത്തരവുകളോ പുതിയ ഗഡു വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളോ വരികയാണെങ്കിൽ അവയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വിശദമായി പങ്കുവെക്കുന്നതായിരിക്കും.
വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയുന്നതിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.